മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നില്ലേ, അതിൻ്റെ വിശേഷങ്ങൾ കാണണ്ടേ. അവന് എന്ത് ചെയ്യാനാ മക്കളെ, എല്ലാവരും പറയുന്നത് നല്ല അഭിപ്രായങ്ങൾ, വളർത്ത് അമ്മേ നല്ലതാ കുഴപ്പമില്ല എന്നൊക്കെ. എന്ത് ചെയ്യാനാ മക്കളെ, കണ്ടില്ലേ ഇന്നത്തെ അവൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കഴിഞ്ഞ്. ഇന്നലെ രാത്രിയിൽ ടിൻറ്റുമോൻ സാധാരണ രാത്രിയിൽ ഇങ്ങനെ പുറത്താണ് കിടക്കുന്നത്, അങ്ങനെയാണല്ലോ. ഇയാൾ നല്ല സ്നേഹത്തെയൊക്കെ ചെല്ലുന്നുണ്ട്, ഭയങ്കര സ്നേഹമുള്ളൊരു നായ്ക്കുട്ടനാണ് മക്കളെ. ആരോ ദുഷ്ടന്മാർ എന്നെ വളർത്തിയിട്ട് ഉപേക്ഷിച്ചത്. എന്താണെന്ന് അവനൊരു ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, നോക്കിയിട്ട് നമ്മൾക്ക് കാണുന്നില്ല. പുള്ളി ഭക്ഷണവും കഴിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവാണ്. പുള്ളിക്കും അകത്ത് കയറണം. ഞാനതുകൊണ്ട് ടിൻറ്റുമോനെയും ടെസമോളെയും കൂടെ ഇവനെയും കൂടെ അകത്ത് ടെസമോൾ അടുക്കുന്നില്ല കേട്ടോ. ടെസമോളുടെ പുറത്തിറക്കം അങ്ങ് പുറത്തോട്ട് ഇറങ്ങുന്നേ ഇല്ല. രണ്ട് പാറു ചേച്ചിയുമായിട്ട് ഭയങ്കര സ്നേഹം. ടിൻറ്റുമോന് ദേഷ്യവും വരുന്നുണ്ട്, അവനോട് മുമ്പ് കൊടുക്കാനും ചെല്ലുന്നുണ്ട്, പക്ഷെ അവന് ദേഷ്യവുമാണ് കേട്ടോ. എന്നിട്ട് പാറു ചേച്ചിയുടെ അടുത്തോട്ട് അങ്ങ് ചെല്ലുകയാണ്, കണ്ടില്ലേ. ദേഷ്യം വരുന്ന. അപ്പം പിന്നെ ടിൻറ്റുമോൻ ലാസി വന്നായിരുന്നു, എൻ്റെ പെങ്ങള്. ആ ലാസിയുടെ പുറകെ ഗേറ്റ് തള്ളി തുറന്ന് അവനങ്ങ് പോയി അടുക്കിനകത്ത് പോയിട്ട് വന്ന് മെനങ്ങാന്ന് കുളിപ്പിച്ച്, എന്നിട്ട് അവനെ കുളിപ്പിക്കുവാണ്, ടിൻറ്റുമോനെ കുളിപ്പിക്കുവാണ്. അപ്പം ടിൻറ്റുമോനെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ കുട്ടനെ കുളിപ്പിക്കുകയാണ്. നല്ല ബെൽറ്റ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ഭയങ്കര കുസൃതിയാണ്, നല്ല ഒരു കുഞ്ഞാണ് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തരാം മക്കളെ കേട്ടോ. നമുക്ക് ഇതിനെ 3 പേരും കൂടെ എങ്ങനെ ചെയ്യുമെന്നുള്ളത് എനിക്കിപ്പോൾ വിഷമം. നല്ല കെയർ കൊടുത്ത് വളർത്തണം. അപ്പം ഈ പുതിയ നായ്ക്കുട്ടനെയും കുളിപ്പിക്കുവാണ്. ഇവന് ടെക്കിന്ന് പേരിട്ട് കേട്ടോ മക്കളെ. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇയാളെയും കുളിപ്പിച്ച് അവർ ടിൻറ്റുമോളെ മോനെ കുളിപ്പിച്ചിട്ട് നമ്മൾ മേളിൽ കൊണ്ടുപോകും ഉണക്കാനായിട്ട്. അങ്ങനെ ഇവനെയും കൊണ്ടുപോയി. എന്നിട്ട് കണ്ടില്ലേ ഭയങ്കര ഇണക്കമാണ്, ഞങ്ങളുടെ പുറകെ അങ്ങ് നടക്കുകയാണ്, ഭയങ്കര സ്നേഹം. എന്നിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് കണ്ടില്ലേ, ഭക്ഷണമൊക്കെ കൊടുത്ത്. അപ്പം നമ്മുടെ ടെസമോൾ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നില്ല. ഇവനെ ടിൻറ്റുമോനോട് വലിയ പേടിയില്ലായിരുന്നു, അവനോട് ഇണക്കമായിരുന്നു. ഇവനെ കണ്ടിട്ട് അവൾ തിരിഞ്ഞോടുക, പുറത്തോട്ട് ഇറങ്ങുന്നില്ല. കുഞ്ഞിൻ്റെ അവസ്ഥ ഇപ്പം വളരെ, ഭക്ഷണം കഴിക്കാനും അവൾ പുറത്തിറങ്ങുന്നില്ല. അടുക്കളയുടെ സിങ്കിൻ്റെ അടിക്കാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മുടെ അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് ടിൻറ്റുമോൻ്റെ പിന്നെ ഇതാണ് ചങ്ങലയാണ്, പിന്നെ ടിൻറ്റുമോൻ്റെ പാത്രമാണ്. ടിൻറ്റുമോൻ ഇവിടെ ആയിരുന്നു നേരത്തെ കടന്നിരുന്നത്. അപ്പോൾ ടെസമോളുടെ തല ഇപ്പോൾ പുറകോട്ടാണ്, പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴേലും ഇവൻ ഓടി വരൂ എന്നുള്ള ഞെട്ടലും ഉണ്ട്. ഇവിടെ ശബ്ദം കേട്ടാൽ കുഞ്ഞ് ഞെട്ടുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അവസ്ഥ കൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം മക്കളെ. അവ കിട്ടും ഇന്നലെ ഒന്ന് വന്നായിരുന്നു കേട്ടോ. വന്നേച്ച് ഈ പട്ടിയുടെ ബഹളം കേട്ടോണ്ട്, ഈ നായ്ക്കുട്ടൻ്റെ ബഹളം അവൻ വന്നതറിഞ്ഞുകൊണ്ട് പുള്ളി സ്ഥലം വിട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നില്ല, ഇനി കിട്ടും ഇനി ഇങ്ങോട്ട് വരത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പം കണ്ടില്ലേ ടെസം